ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് മെറ്റൽ മാട്രിക്സ് കോമ്പോസിറ്റ് എങ്ങനെ ഫാബ്രിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരേക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ നോക്കി. സോ ഈ മെറ്റൽ മാട്രിക്സ് കോമ്പോസിറ്റിൻ്റെ നമ്മൾ ഫാബ്രിക്കേഷൻ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് തെർമോ പ്ലാസ്റ്റിക് എങ്ങനെ നോക്കാം എന്നുള്ളത് നോക്കി നമുക്ക് ഇതിലേക്ക് വരാം. സോ തെർമോ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് നമുക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾഡ് ആവുന്ന രീതിയിലുള്ള ആ പ്ലാസ്റ്റിക്കാണ് നമുക്ക് തെർമോ പ്ലാസ്റ്റിക് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ തെർമോ സെറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്കൊരിക്കലും ഒരു പ്രീ മിക്സ്ചർ ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയാണോ ഷേപ്പിൽ വേണ്ടത് ആ ഷേപ്പിലേക്ക് കൊണ്ടുപോയി നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കില്ല. പകരം നമുക്ക് അതിനെ ഡയറക്റ്റ് ഏതാണോ കമ്പോണൻറ്റ് ആ കമ്പോണൻറ്റിലേക്ക് നമ്മൾ അതിൻ്റെ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ മാട്രിക്സ് ആയിട്ടും അതിലേക്ക് ഫൈബർ അല്ലെങ്കിൽ പൗഡേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കോമ്പോസിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ആ തെർമോപ്ലാസ്റ്റിക്കും ഫൈബറും വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു പ്രീ മിക്സ്ചർ ഉണ്ടാക്കുകയും അതിൽ നിന്നൊരു കോമ്പോസിറ്റ് മെറ്റീരിയലിൻ്റെ റോ മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുകയും അതുപയോഗിച്ച് വീണ്ടും നമുക്ക് ചെറിയൊരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. പ്ലാസ്റ്റിക് നിങ്ങൾ കംപ്രഷൻ ഇഞ്ചക്ഷൻ മോൾഡിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത് ഏതാണോ ഷേപ്പിലേക്ക് വേണ്ട ആ ഡൈയിലേക്ക് ഈ മെറ്റീരിയൽ വെച്ച് ചെറിയ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ലൂസ് ആവും അതിൻ്റെ ആ ഒരു ബോണ്ടിങ്. ആ സമയത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലാണ് തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ നമ്മളിവിടെ പ്രീ മിക്സ്ചറിന് പകരം പ്രീ പ്രഗ് എന്നാണ് പറയുക. സോ പ്രീ പ്രഗ് ഉണ്ടാക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏത് ഫൈബർ വേണ്ടത് ആ ഫൈബർ ഉപയോഗിക്കാം. എത്ര ലെയറാണോ വേണ്ട ആ ലെയറിനുള്ള ഫൈബർ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫൈബർ മാറ്റ് ആണെങ്കിൽ ആ ഫൈബർ മാറ്റ് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളിവിടെ ഹീറ്റഡ് റെസിൻ, നമ്മുടെ തെർമോപ്ലാസ്റ്റിക് റെസിൻ നമ്മളിവിടെ വെക്കുകയും ഒരു റിലീസ് പേപ്പർ ഇവിടെ റോളറിൽ വെച്ചിട്ട് റിലീസ് പേപ്പറിനെ ഇതിലൂടെ കടത്തിവിടും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹീറ്റഡ് റെസിനെ നമ്മൾ ഇതിലേക്ക് കോട്ടിങ് കൊടുക്കും. ഈ കോട്ടിങ് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഈ ഫൈബറിനെയും പുൾ ചെയ്തിട്ട് ഇതിലേക്ക് കൃത്യമായ അലൈൻമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഈ റോളറിലൂടെ ഇതിനെ പുറത്തേക്ക് വലിച്ച് കൊണ്ടുവരികയും ഈ കൊണ്ടുവരുന്നതിൽ നിന്ന് ഈ റിലീസ് ഫിലിമിനെ എടുക്കുകയും ഇവിടെ നമുക്ക് വരുന്ന മാറ്റിൻ്റെ ഉള്ളിൽ റെസിനും നമ്മുടെ മാട്രിക്സ് റെസിനും അതുപോലെ തന്നെ ഫൈബറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രീ പ്രഗ് ഷീറ്റായിട്ട് നമുക്കിതിൽ മാനുഫാക്ചർ ചെയ്യും. ഈ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല മെറ്റീരിയൽസും നമുക്ക് പിന്നീട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് തെർമോപ്ലാസ്റ്റിക് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ മാട്രിക്സ് കോമ്പോസിറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ മാനുഫാക്ചറിങ് ടെക്നോളജി പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചതുകൊണ്ട് നമുക്ക് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. മെഷീൻസ് ഉപയോഗിക്കുന്ന മാറ്റങ്ങൾ മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. 3 രീതിയിലാണ് മെയിനായിട്ട് നമ്മൾ മെറ്റൽ മാട്രിക്സ് കോമ്പോസിറ്റ് മാനുഫാക്ചർ ചെയ്യാം. സ്റ്റിർ കാസ്റ്റിംഗ്, സ്ക്യൂസ് കാസ്റ്റിംഗ്, പൗഡർ മെറ്റലർജി. സ്റ്റിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇളക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഇളക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റിർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാസ്റ്റിങ്ങിനെ സ്റ്റിർ കാസ്റ്റിംഗ് എന്നും, സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അടിച്ചമർത്തുക അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ് സ്ക്യൂസ് കാസ്റ്റിംഗ് എന്നുള്ളത്. പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മെറ്റീരിയൽസും പൗഡർ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിനെ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ കംപ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏതാണോ വേണ്ട ഷേപ്പ് ആ ഷേപ്പിലേക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പൗഡർ മെറ്റലർജിയിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് കാസ്റ്റിംഗ് നിങ്ങൾക്ക് എന്തായാലും അറിയാം, നിങ്ങൾ മാനുഫാക്ചറിങ് ടെക്നോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പ്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൂൾ എടുത്തോളൂ. ഇപ്പോൾ ടൂൾ എന്ന് പറയുമ്പോൾ ഒരു സ്പാനർ എടുത്തോളൂ. സ്പാനർ ആക്ച്വലി ഫോർജിങ്ങിലാണ് ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ആ ഷേപ്പിന് വേണ്ടി പറയുന്നത്. ആ ഷേപ്പിനുള്ള ഒരു മോൾഡ് നമ്മൾ എടുക്കുന്നു. ആ മോൾഡിലേക്ക് അതിൻ്റെ ഉള്ളിൽ ഏതാണോ മെറ്റീരിയൽ വേണ്ടത് ആ മെറ്റീരിയലിൻ്റെ നമ്മൾ മെറ്റൽ എടുത്തിട്ട് അതിനെ ഉരുക്കും. നമ്മൾ എത്രയാണോ അതിൻ്റെ ഇത് മെൽറ്റിംഗ് പോയിൻ്റ്, ആ മെൽറ്റിംഗ് പോയിൻ്റിൻ്റെ മുകളിൽ വരികയും ഹീറ്റ് കൊടുത്തതിനെ ഉരുക്കിയതിന് ശേഷം ആ മോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോർ ചെയ്തിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് എത്രയാണോ ടൈം കൂൾ ചെയ്യാൻ എടുക്കുന്നത്, എയർ കൂളിംഗ് നമ്മൾ സാധാരണ നോർമൽ കൂളിംഗ് എടുക്കുന്ന അത്രയും സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂൾ ചെയ്ത് സോൾഡിഫൈ ആയി ആ മോൾഡ് ഇരിക്കുന്ന ഷേപ്പിലേക്ക് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമ്മളത് മോൾഡ് മീൻസ് സോൾഡിഫൈ ചെയ്ത് ആ കമ്പൗണ്ട് നമ്മൾ പുറത്തെടുക്കുകയും ചെയ്യും. അതാണ് കാസ്റ്റിംഗ് എന്ന് പറയുക. ഇവിടെ നമ്മൾ സ്റ്റിർ കാസ്റ്റിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ
നമുക്ക് കോമ്പോസിറ്റ് എന്നാൽ 3-4 മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മോസ്റ്റ്ലി എല്ലാ മെറ്റൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ അലുമിനിയം ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ അലുമിനിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത് ഫൈബർ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ പൗഡർ രൂപത്തിലോ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. കാർബൈഡ് മെറ്റീരിയൽസ് ആണ് ഒട്ടുമിക്ക എല്ലാ മെറ്റൽ കോമ്പോസിറ്റ് മെറ്റീരിയൽസിലും നമുക്ക് ഉണ്ടാവുക. സിലിക്കൺ കാർബൈഡ്, അതുപോലെ ടൈറ്റാനിയം പോലുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാം പൗഡർ രൂപത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പൗഡർ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം, ലിക്വിഫൈഡ് അലൂമിനിയത്തിൻ്റെ ഉള്ളിൽ പൗഡർ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഈക്വലി എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടി നമ്മൾ സ്റ്റിർ ചെയ്യണം, അതിനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ അലുമിനിയം അതുപോലെ മെറ്റൽസ് എന്ന് പറയുന്നത് മിനിമം 1000 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഹാൻഡ് വെച്ചിട്ട് വലിയ ഇതിൽ ഇതാക്കുക പറഞ്ഞാൽ ചൂട് മറ്റു കാര്യങ്ങൾ മാൻ പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റിർ ചെയ്യാൻ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ മോട്ടർ ഉപയോഗിച്ച് സ്റ്റിർ ചെയ്ത് ഈക്വലി മിക്സ് ചെയ്ത് സോൾഡിഫൈ ചെയ്ത് എടുക്കുന്ന മെത്തേഡാണ് സ്റ്റിർ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുക. പിന്നീട് ഇതിൽ ഒരുപാട് അപ്ഗ്രേഡേഷൻസ് നടന്നിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എയർ ഹോൾസ്, ബബിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പോർസ് പോലത്തുള്ള ക്രാക്ക് പോലുള്ള ഡിഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും, അതിൽ നിന്ന് അവർ ഒരുപാട് മെത്തേഡ് ജസ്റ്റ് ഒന്ന് ആൾട്ടർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിന് എന്തൊക്കെയുണ്ട്, ഫർണേസ് ഉണ്ട്, റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു ഓഫർ ഉണ്ട്, അതുപോലെ സ്റ്റിർ ചെയ്യാനുള്ളത്, പിന്നെ മോട്ടർ കണക്ട് ചെയ്തിട്ടുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ്, മറ്റു കാര്യങ്ങളും, പിന്നെ നമുക്ക് മോൾട്ടൺ മെറ്റൽ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇത് മാത്രം പഠിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, ഇതാണ് സ്റ്റിർ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് സ്ക്യൂസ് കാസ്റ്റിംഗ് ആണ്. സ്ക്യൂസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണോ റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പൗഡർ രൂപത്തിലെങ്കിൽ പൗഡർ രൂപത്തിൽ 2 ഡൈ ഉണ്ടാവും. ആക്ച്വലി ആ പാർട്സുകൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് കമ്പോണൻസിൻ്റെ ഇത് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാം. നമുക്ക് 2 അപ്പറും ലോവറും മോൾഡ് ഉണ്ടാവും. ഈ ലോവർ മോൾഡിൽ ഏത് ഷേപ്പിലാണോ മാനുഫാക്ചർ ചെയ്യേണ്ടത് ആ ഷേപ്പിലുള്ള ആ മോൾഡായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ആ ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രസ് ചെയ്ത് ഇതിനെ സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി ഒരു അപ്പർ മോൾഡ് നമുക്കുണ്ടാവും. സോ ഇതിനെ നമ്മൾ ഒരു മെഷീനിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒന്നിൽ സ്ക്രൂ ഫീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫീഡർ ആയിരിക്കും. ഹൈഡ്രോളിക് ആണ്, ഇത് ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഹൈഡ്രോളിക് ആണെന്നുണ്ടെങ്കിൽ ഇത് മോളിൽ നിന്ന് താഴേക്ക് വന്ന് ഇതിനെ സ്ക്യൂസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മോൾഡിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഫൈബർ മാറ്റ് ആണെങ്കിൽ ഫൈബർ മാറ്റ്, അല്ലെങ്കിൽ പൗഡർ ആണെങ്കിൽ പൗഡർ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മോൾട്ടൺ മെറ്റൽ ഇതിൻ്റെ മുകളിലേക്ക് പോർ ചെയ്യും. എന്നിട്ട് സ്ക്യൂസ് ചെയ്യണത് എന്തിനാന്ന് പറഞ്ഞാൽ ഈക്വലി എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ബ്ലോ ഹോൾസ്, എയർ കുടുങ്ങുന്നത്, എൻട്രാപ്പ് ചെയ്യുന്നത്, ബബിൾസ്, അതുപോലെ പോർസ്, ക്രാക്സ്, അങ്ങനത്തെ പറയുന്ന ഒട്ടുമിക്ക എല്ലാ ഡിഫക്റ്റുകളെയും ഇല്ലാതെ നല്ല ഒരു പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ കോമ്പോസിറ്റ് ഉണ്ടാക്കാനാണ് ഈ സ്ക്യൂസ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എൻട്രാപ്പ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് പോവുകയും നല്ലൊരു കോമ്പോസിറ്റ് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് സ്ക്യൂസ് കാസ്റ്റിംഗ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്ക് പൗഡർ മെറ്റലർജി ആണ്. സോ പൗഡർ മെറ്റലർജിയും ഇതുപോലെ തന്നെയാണ്, സ്ക്യൂസ് കാസ്റ്റിംഗ് പോലെ തന്നെയാണ്. ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് മെയിൻ മെറ്റീരിയലും പൗഡർ രൂപത്തിലായിരിക്കും, അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് മെറ്റീരിയലും പൗഡർ രൂപത്തിലായിരിക്കും. അതിനെ നമ്മളൊരു മിക്സിംഗ് ചാമ്പറിലേക്ക് മിക്സ് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ഏതാണോ ഷേപ്പിലേക്ക് വേണ്ടത് ആ ഷേപ്പിലെ ഡൈയിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യും. ആ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ ഇത് രണ്ടും മിക്സായി പ്രോപ്പറായിട്ടുള്ള എങ്ങനെയാണോ കമ്പോണൻറ്റ് വേണ്ടത് ആ കമ്പോണൻറ്റിലേക്ക് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പൗഡർ മെറ്റലർജിയിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട, ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഈ ഒരു കമ്പോണൻസ് എല്ലാം ഒട്ടുമിക്ക എല്ലാം പൗഡർ മെറ്റലർജിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് കാസ്റ്റിങ്ങിനേക്കാളും കൂടുതൽ നല്ല സ്ട്രെങ്ത് കിട്ടുന്നതും നല്ല ഒരു കോമ്പിനേഷൻ, അതുപോലെ എന്താ പറയുക, നമുക്ക് ഒട്ടുമിക്ക എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് കിട്ടുന്ന ഒരു മാനുഫാക്ചറിങ് മെത്തേഡാണ് പൗഡർ മെറ്റലർജി എന്ന. ഫോർജിങ് പോലെ തന്നെയാണ്, ബട്ട് ഫോർജിങ്ങിൻ്റെ അത്രയല്ല, അതിൻ്റെ അടുത്തോളം വരുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് മെത്തേഡാണ് പൗഡർ മെറ്റലർജി. സോ ഇനി ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ജസ്റ്റ് ഒരു ഫിഗർ ആഡ് ചെയ്യുന്നേ ഉള്ളൂ ഇത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.